ചേട്ടാ, ഇന്നലെ ഞാൻ അറിഞ്ഞു ചേട്ടൻ ട്രെയിനിൽ വരുന്ന വഴിക്ക് ചേട്ടൻ്റെ വീൽ ചെയർ കുറേ സാമൂഹിക വിരുദ്ധർ വലിച്ചെറിഞ്ഞു. ചേട്ടൻ്റെ അവിടെ തന്നെ വീൽ ചെയർ ഇല്ലാതെ അവിടെ ഇരുന്ന ചേട്ടനെ കുറേ പേര് താങ്ങിയെടുത്ത് ഈ കോട്ടയം തിരുനക്കര അമ്പലത്തിന് മുമ്പിൽ എത്തിച്ചു എന്നറിഞ്ഞു. എനിക്കത് കേട്ടപ്പം വളരെ വിഷമമായിപ്പോയി. ശരിക്കും ജനങ്ങൾക്ക് എന്താണ് സുഖം, അല്ലെങ്കിൽ എന്തിനാണ് അത് ആ വീൽ ചെയർ കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലേ ചേട്ടാ? ഇതുപോലെയുള്ള പാവങ്ങളെ ആരും ഉപദ്രവിക്കരുത്. ഇവരൊക്കെ അത്താഴപ്പട്ടിനാവും, അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. ട്രെയിനെ വരുന്ന വഴിക്ക് ചേട്ടൻ ബാത്റൂമിലേക്ക് പോയ വഴിക്ക് വീൽ ചെയർ വലിച്ചെറിഞ്ഞു. അതായത് ഒരു വികലാംഗനായ ചേട്ടൻ്റെ വീൽ ചെയർ വലിച്ചെറിയുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും? ചേട്ടൻ ഇവിടെ ഇവിടെ എന്തെടുക്കുക? 5 വർഷം. 5 വർഷമായി. ചേട്ടൻ ഫാമിലി ഉണ്ട് വീട്ടിൽ. ഇവിടെ എന്താ ചേട്ടൻ്റെ പരിപാടി? പരിപാടി ഫസ്റ്റ് മുതൽ ലാറ്ററി ടിക്കറ്റ് പരിപാടി. അതാണ് ലാസ്, ഡെയിലി ലാസ്. എല്ലാ ആൾക്കാർക്കും கொஞ்சம் സഹായം ചെയ്യും. ചേട്ടൻ പറയുന്ന പലരോടും സഹായം ചോദിച്ചാണ് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ ചേട്ടനെ വഴിയിലിട്ടിട്ട് പോയില്ല. ഈ ചേട്ടന് വേണ്ട കാര്യങ്ങളും ഈ ചേട്ടന് വേണ്ട ചിലവും കൂടെ ചെയ്തിട്ടേ അച്ചായനെ ഇവിടുന്ന് പോകുള്ളൂ. അല്ലേ ചേട്ടാ? ഞങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായി? കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒപ്പം ഉണ്ട് കേട്ടോ. അടിപൊളി വീൽ ചെയറാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. മടക്കി വെക്കാം. സന്തോഷമായോ? ഇങ്ങോട്ട് നോക്കിയേ, ചിരിച്ചേ. നമുക്ക് അച്ചായൻ സ്കൂളിലോട്ട് വിളിച്ച് പറയാം, നമ്മളെ രക്ഷിക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ വേറൊരു പെണ്ണിനോട് ഈ നമ്പർ കൊണ്ട് പേരിന് പെണ്ണെ കൊണ്ട് വിളിപ്പിച്ച്. രാവിലെ മുതൽ നമുക്കൊരു വിഷമായിരുന്നു. ഇവന്റെ ആ ഇരിപ്പ് സങ്കടം കണ്ടപ്പോഴേ ഭയങ്കര വിഷമായിരുന്നു. ആണോ? നമ്മളെ കോട്ടയം ജില്ലയെ കുറെ സ്നേഹിക്കുന്ന ഓട്ടോച്ചേട്ടന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന അവരുടെയൊക്കെ വിഷമം ഓർത്തോണം. ഒരാൾക്ക് മേലായിക വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവരെ പോലെയുള്ള ചേച്ചിമാരും അതുപോലെ ചേട്ടന്മാരുടെ സ്നേഹവും കാര്യങ്ങളും കാണണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജനങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. സമൂഹത്തെ ആരും ഒറ്റപ്പെടുത്തരുത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാനും പാടില്ല. അതോട്ട് അച്ചായൻ സമ്മതിക്കുകയില്ല. ഇത് പിടിച്ചേ. ഇനി പലരോടും സഹായം ചോദിച്ചിട്ടാണ് പോകുന്നതെന്ന് പറയുന്ന പോലെ അച്ചായൻ വീൽ ചെയർ മേടിച്ചു തന്നു, ഫണ്ടും തന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ വേണ്ട. ഞങ്ങൾ മലയാളികൾ ഒപ്പം ഉണ്ടാവും, എന്തിനും കരുത്തായിട്ട്. ഓക്കെ, നീ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ശരി, ഓക്കെ. ഫുഡിന് ചേട്ടൻ ബുദ്ധിമുട്ടേണ്ട. ഞാൻ കോട്ടയം ജില്ലയിൽ 10-400 പേർക്കുള്ള അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്നദാനം എപ്പം വേണമെങ്കിലും എല്ലാ ദിവസവും വന്ന് ചേട്ടന് ഫുഡ് മേടിക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ വരെ ബൈ. അച്ചായൻസ് ഗോൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ച്.